നമസ്കാരം. നമ്മളിന്ന് വെള്ളം കുടി, അതിലെ ശരിയും തെറ്റുകളും, എങ്ങനെ കുടിക്കാം, എപ്പോൾ കുടിക്കാം, അതുകൊണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ഇതിനെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറഞ്ഞു വരുന്നത്, കണ്ടുപിടിക്കുന്നത് റീസെൻ്റായിട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ. രാവിലെ എഴുന്നേറ്റ ഉടനെ തണുത്ത വെള്ളം കുടിക്കുന്നത് മറവി രോഗത്തിന് കാരണമാകുന്നു എന്നൊരു കണ്ടുപിടുത്തം സയൻസിലുണ്ടായിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ വെള്ളം കുടിക്കേണ്ട രീതി, ശരിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ ചൂടുവെള്ളം കുടിക്കുക ഒരു ഗ്ലാസ്. അല്ലാത്ത സമയം നമുക്ക് നോർമൽ വാട്ടർ കുടിക്കാം. 3 നേരം ദിവസം ചൂടുവെള്ളം കുടിക്കണം. അത് എങ്ങനെ എപ്പോൾ കുടിക്കണം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഒന്ന്, രാവിലെ എഴുന്നേറ്റ പാടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ഉച്ചഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. രാത്രി ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ഈ 3 നേരം ഇങ്ങനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് നല്ല രീതിയിൽ രക്തയോട്ടം ഉണ്ടാകുകയും ലങ്സിൽ നിന്നുള്ള ഓക്സിജൻ്റെ അളവ് കൃത്യമായ അളവിൽ ഹാർട്ടിന് കൊടുക്കുകയും നല്ല രീതിയിൽ സർക്കുലേഷൻ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ നല്ല രീതിയിൽ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് നടന്നിരിക്കുന്നത്. ഇത് 3 നേരവും ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളിലുണ്ടാകുന്ന മാറ്റം, ഒരുപാട് അസുഖങ്ങൾക്കും അതിന് റിലീഫാകുന്നതിനും ഇത് കാരണമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ. കൂടാതെ വെള്ളം കുടിക്കേണ്ട രീതി, നമ്മൾ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ വ്യായാമത്തിന് മുമ്പ് കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടേ വെള്ളം കുടിക്കാവൂ. അത് ഏത് വെള്ളമാണെങ്കിൽ ശരി. അതുപോലെ അതിന് ശേഷം കുറച്ച് നേരം ഗ്യാപ്പ് ഇടുക, ഒരു 10-20 മിനിറ്റെങ്കിലും മിനിമം ഗ്യാപ്പ് ഇട്ട് കുടിക്കുക. അതുപോലെ കുളിക്കുന്ന സമയം, അതിന് മുമ്പായിട്ട് ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. കുറച്ച് അല്പനേരം മുമ്പ് കുടിക്കുക, ശേഷം കുളിക്കുക. അതുപോലെ കുളിച്ചതിന് ശേഷം പെട്ടെന്ന് വെള്ളം കുടിക്കുന്ന ശൈലിയുള്ളവരുണ്ട്, അവരും അങ്ങനെ ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാവും, കുളി കഴിഞ്ഞ ഉടനെ ചെയ്യരുത്. പിന്നെ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശാരീരബന്ധത്തിന് മുമ്പും ശേഷവും ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഗ്യാപ്പ് ഇട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട്. പലരും രാത്രി വെള്ളം ബെഡ്റൂമിൽ കരുതി വെക്കാറുണ്ട്. അത് തെറ്റായ ഒരു രീതിയാണ്. അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. മെയിനായിട്ട് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനെ ഇത് ബാധിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ. ഓക്കെ. അതുകൊണ്ട് വെള്ളം കുടിയുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് മുമ്പേ വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ വയറ് ചാടുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അതിന് യാതൊരു കുറവും ഉണ്ടാകത്തില്ല. കൂടാതെ ഗ്യാസ്ട്രിക് അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ വെള്ളം കുടിയിൽ വരുന്ന ഈ ഒരു വ്യത്യാസം എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ.